ഇന്ന് ഹോസ്പിറ്റലിൽ ആൾ അഡ്മിറ്റ് ആയി. ഇന്ന് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവുന്നതിന് മുമ്പ് നിങ്ങൾ എങ്ങനെ വന്നാലും കുറച്ച് ദിവസം ഏതെങ്കിലും ഹോസ്പിറ്റലിൽ പോയിട്ട് പനി വന്നിട്ടുണ്ടാവാം. ഈ പനി വന്ന് തൊട്ടടുത്തുള്ള ഒരു ക്ലിനിക്കിൽ പോയി പോളിസി എടുത്തിരിക്കുന്ന ഒരാളാണ് എന്നുണ്ടെങ്കിൽ ആ ഡോക്ടറെ പ്രിസ്ക്രിപ്ഷൻ ഉണ്ടല്ലോ, പ്രിസ്ക്രിപ്ഷൻ, അവരുടെ ബില്ല്, എല്ലാ ബില്ലുകളും, ഇൻവെസ്റ്റിഗേഷൻ റിപ്പോർട്ട്, ഇതെല്ലാം സീൽ ചെയ്ത് സൈൻ ചെയ്ത് കയ്യിൽ വെക്കുക. അതിന്റെ കാരണം എന്ന് വെച്ചാൽ മിക്ക പോളിസികളും മിനിമം 30 days പ്രീ ഹോസ്പിറ്റലൈസേഷൻ കൊടുക്കുന്നുണ്ട്. അതായത് ഈ സെയിം അസുഖത്തിന് 30 ദിവസം മുമ്പിൽ നമ്മൾ എന്തെങ്കിലും ഹോസ്പിറ്റലിൽ പോയിട്ട് മരുന്ന് മേടിച്ചിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഡോക്ടറെ കൺസൾട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ എന്തെങ്കിലും സ്കാൻ ചെയ്യാൻ ചിലപ്പോൾ ആ ഡോക്ടർ പറഞ്ഞിട്ട് നമുക്കത് റീഇംബേഴ്സ്മെന്റ് ചെയ്തെടുക്കാം. ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്തതിനു ശേഷം. പോസ്റ്റ് ഹോസ്പിറ്റലൈസേഷൻ എന്ന് പറഞ്ഞാൽ ഇത് തന്നെയാണ്. നമ്മൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയി, ഡിസ്ചാർജ് ആയി, ഡോക്ടർ പറയും ഒരു 30 ദിവസം കഴിയുമ്പോൾ ഒന്ന് വാ, അല്ലെങ്കിൽ പറയും 15 ദിവസം കഴിയുമ്പോൾ വാ. അപ്പൊ ഈ 15 ദിവസം കഴിയുമ്പോൾ ആ കുഴപ്പമില്ല, ഒരു 30 ദിവസം കൂടെ കഴിയുമ്പോൾ എന്ന് പറഞ്ഞാൽ ഒരു ചെക്കപ്പ് ഉണ്ട്, അല്ലെങ്കിൽ ഒരു സ്കാനിങ് ഉണ്ട്, ഒരു MRI എടുക്കണം, അല്ലെങ്കിൽ ഒരു CT എടുക്കണം എന്നൊക്കെ പറയുമല്ലോ. അപ്പൊ ഭയങ്കര കാശമായി നമുക്ക്. അപ്പൊ നമ്മൾ എപ്പോഴും ആലോചിച്ചോളൂ, ഞാൻ ആദ്യം പറഞ്ഞാൽ എപ്പോഴും ആലോചിച്ചുകൊണ്ട് വെക്കണം. ഡോക്ടറെ കാണാൻ ചെല്ലുമ്പോൾ ഡോക്ടറെ പ്രിസ്ക്രിപ്ഷൻ, ആ ബില്ല്, അവരുടെ ഇൻവെസ്റ്റിഗേഷൻ റിപ്പോർട്ട്, ഇതെല്ലാം കയ്യിൽ സീൽ ചെയ്ത് സൈൻ ചെയ്ത് വെച്ചിട്ട് ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്തതിന് ശേഷം 60 ദിവസം മുതൽ 106 മാസം വരെ, 2 മാസം മുതൽ 6 മാസം വരെയുള്ള ബില്ലുകൾ ഡിപ്പെൻഡിങ് ഓരോരോ കമ്പനി പോസ്റ്റ് ഹോസ്പിറ്റലൈസേഷൻ എന്ന് പറഞ്ഞ് നമുക്ക് റീഇംബേഴ്സ്മെന്റ് തരും. അപ്പൊ ഇതെല്ലാം കൂടെ ഈ പ്രീ ഹോസ്പിറ്റലൈസേഷനും പോസ്റ്റ് ഹോസ്പിറ്റലൈസേഷനും ബില്ലുകളെല്ലാം നമ്മൾ കളക്ട് ചെയ്തിട്ട് നമ്മുടെ എത്ര ദിവസമാണോ പ്രീ ഹോസ്പിറ്റലൈസേഷൻ നമ്മൾ ആ പോളിസിയിൽ എഴുതിയിട്ടുണ്ടാവും. പോളിസി നമ്മൾ മനസ്സിലാക്കണം. മനസ്സിലാക്കിയിട്ട് അത്രയും ബില്ലുകൾ നമ്മളൊരു ഫോം ഉണ്ട്, ആ ഫോം എല്ലാം ഫില്ല് ചെയ്ത് നമുക്ക് കമ്പനിക്ക് അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ ആ ബില്ലുകളെല്ലാം നമുക്ക് കിട്ടും. അതിന്റെ അകത്ത് എന്തെങ്കിലും ബില്ല് സീലോ സൈനോ ഉണ്ടോ അതിന് ചിലതിലൊക്കെ കമ്പനി ചോദിക്കും, അതോടെ വേണം ഇതോടെ വേണം എന്നൊക്കെ പറയും. പക്ഷെ ആ എമൗണ്ട് നമുക്ക് കിട്ടാൻ നമുക്ക് ബാധ്യതയുള്ള, നമുക്ക് കിട്ടും, കമ്പനി തരുന്നതാണ്. അത് ആരും തന്നെ എനിക്ക് തോന്നുന്നത് ഒരാളും മേടിക്കാറില്ല എന്ന് തോന്നുന്നത്. ആരും പറഞ്ഞു കൊടുത്തോട്ടോന്ന് എനിക്കറിയാൻ പാടില്ല. എന്റെ അടുത്ത് നിന്ന് എടുക്കുന്നവർക്കെല്ലാം ഞാൻ പറഞ്ഞു കൊടുക്കാറുണ്ട്. ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവുന്നതിന് മുമ്പ് ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവുന്നതിന് മുമ്പ് എന്നെ അറിയിക്കണം, പനി വന്നാലും എന്നെ അറിയിച്ചാരെ എന്ന് പറഞ്ഞിട്ടുണ്ട്. എനിക്ക് കുഴപ്പമൊന്നുമില്ല, ബില്ല് മേടിച്ച് കയ്യിൽ വെച്ചാൽ മതിയല്ലോ. ഒരുപാട് പേർക്ക് ഈ പോളിസി എടുത്തിരിക്കുന്നവർക്ക് ഇത് അറിഞ്ഞുകൂടാ എന്നുള്ളതാണ് എന്റെ സത്യം.